ഹലോ സ്റ്റുഡൻസ്, ഇനി നമുക്ക് വാർസ് ഓഫ് റോസസ് ആണ് പറയാനുള്ളത്. അതൊരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആണ്. നമ്മൾ മുമ്പും കുറേ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ഒക്കെ പഠിച്ചല്ലേ. അതായത് പെസൻസ് റെവോൾട്ട്, പിന്നെ നോർമൻ കോൺക്വസ്റ്റ്, അതുപോലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണ് വാർസ് ഓഫ് റോസസ്. ഈ ഒരു യുദ്ധം ഒരു സീരീസ് ഓഫ് സിവിൽ വാർസ് ആണ്. അതായത് തുടർച്ചയായി നടന്ന ഒരു യുദ്ധമാണ്. 1455 മുതൽ 1487 വരെ നടന്ന ഒരു യുദ്ധമാണ്. ഇത് കിങ് എഡ്വേർഡ് III ഇംഗ്ലണ്ടിൻ്റെ രാജാവായിരുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ തമ്മിലുള്ള യുദ്ധമാണ്. അവർ 2 ഹൗസസ് ആയിട്ടായിരുന്നു തിരിച്ചിരുന്നത്, ഹൗസ് ഓഫ് ലാൻകാസ്റ്റർ, ഹൗസ് ഓഫ് യോർക്ക്. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു ത്രോണിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ്. ഈ ഒരു യുദ്ധത്തിന് വാർ ഓഫ് റോസസ് എന്ന് പറയാൻ കാരണം ഇവർ 2 കൂട്ടരും റോസസ് ആണ് അവരുടെ സിമ്പിളായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഹൗസ് ഓഫ് ലാൻകാസ്റ്റർ റെഡ് റോസും യോർക്കിൻ്റെ ഹൗസ് വൈറ്റ് റോസുമാണ് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു യുദ്ധം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി ഫെസിറ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ്. അതായത് ഇതിൽ ഡൈനാസ്റ്റിക് സ്ട്രഗിൾസ് ഉണ്ട്. ഡൈനാസ്റ്റിക് സ്ട്രഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ പരമ്പരയിൽ തന്നെയുള്ള ആളുകൾ തമ്മിലുള്ള ഒരു സ്ട്രഗിൾ. പിന്നെ അതല്ലാതെ പവർ സ്ട്രഗിൾ, അതായത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം. പിന്നെ റീജിയണൽ റൈവലറീസ്, അതായത് പ്രദേശങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. ഇനി നമുക്കിതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അന്ന് സക്സഷൻ ക്രൈസിസ് ഉണ്ടായിരുന്നു. അതായത് കിങ് എഡ്വേർഡ് III ശേഷം ആരായിരിക്കണം ആ ത്രോണിൻ്റെ അവകാശി, അതിനു വേണ്ടിയിട്ടാണ് ഹൗസ് ഓഫ് ലാൻകാസ്റ്ററും ഹൗസ് ഓഫ് യോർക്കും തമ്മിൽ യുദ്ധം ചെയ്തിരുന്നത്. പിന്നീട് അടുത്തൊരു കാരണം എന്ന് പറയുന്നത് കിങ് ഹെൻറി VI മെൻ്റൽ ഹെൽത്ത് ആയിരുന്നു. അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ പവർ ആര് ഏറ്റെടുക്കണം എന്നുള്ള സ്ട്രഗിള് ഉണ്ടായി. ആ സ്ട്രഗിൾ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ക്വീൻ മാർഗരറ്റിൻ്റെയും പവർഫുൾ ആയിട്ടുള്ള ഒരു നോബിൾ മാനായ റിച്ചാർഡ്, അദ്ദേഹം യോർക്കിൻ്റെ ഡ്യൂക്കാണ്. ഇവർ 2 പേരുടെയും ഇടയിലുണ്ടായിരുന്ന ഒരു യുദ്ധം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രഗിളും കൂടെയാണ്. പിന്നീട് പറയുന്നത് അവിടുത്തെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ആണ്. ഇംഗ്ലണ്ട് ആ കാലഘട്ടത്തിൽ വളരെയധികം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അതായത് അവിടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു നിയമസംഹിതകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ കച്ചവടത്തിൽ വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈ വാർസ് ഓഫ് റോസസിന് കാരണമായിരുന്നു. ഇനി നമുക്കതിലെ കീ ഇവൻറ്റ്സ്, അതായത് പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് സെയിൻറ്റ് ആൽബൻസ് 1455 ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് സെയിൻറ്റ് ആൽബൻസ് തുടങ്ങുകയാണ്. അവിടെയാണ് യോർക്കിസ്റ്റുകാർ ലാൻകാസ്ട്രിയനെ ഡിഫീറ്റ് ചെയ്യുന്നത്, അതായത് അവരെ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ വീഴ്ത്തുന്നത് എന്നൊക്കെ പറയാം. പിന്നീട് ബാറ്റിൽ ഓഫ് ടൗട്ടൺ വരെയാണ് 1461. ഇവിടെ വീണ്ടും യോർക്കിസ്റ്റുകാർ തന്നെയാണ് ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നത്. അങ്ങനെ അവർ എഡ്വേർഡ് IV എന്താക്കുകയാണ്, ഇംഗ്ലണ്ടിൻ്റെ രാജാവാക്കി മാറ്റുകയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, 1470 റീഡപ്ഷൻ ഓഫ് ഹെൻറി VI, അതായത് ഹെൻറി VI ലാൻകാസ്ട്രിയൻസ് എല്ലാം കൂടെ തിരിച്ച് ആ ഒരു ത്രോണിൽ തന്നെ റീസ്റ്റോർ ചെയ്യുകയാണ്. പിന്നീട് ഈ എഡ്വേർഡ് IV എന്ത് ചെയ്യാണ്, വീണ്ടും ആ പവറിലേക്ക് വരുന്നുണ്ട്. ബാറ്റിൽ ഓഫ് ട്യൂക്സ്ബറി എന്ന് പറയുന്ന അതായത് 1471 തന്നെ, പിറ്റത്തെ കൊല്ലം തന്നെ ഈ എഡ്വേർഡ് IV എന്ത് ചെയ്യാണ്, ആ പവർ റീഗെയിൻ ചെയ്യാണ്. ഇനി ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് ഫീൽഡ്, അത് 1485 നടക്കുന്നത്. ഈ ഒരു യുദ്ധം അവസാനിക്കുന്നത് ഈ ഒരു ബാറ്റിലാണ്. ഇവിടെ ഹെൻറി ട്യൂഡർ, അതായത് ഹെൻറി VII റിച്ചാർഡ് III എന്ന് പറയുന്ന യോർക്കിസ്റ്റ് കിങ് നമ്മുടെ ഹെൻറി ട്യൂഡറിനെ ഡിഫീറ്റ് ചെയ്തു. അങ്ങനെ റിച്ചാർഡ് III എന്തായി, അവിടുത്തെ കിങ്ങായി മാറി. ഇതിലെ പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കിങ് ഹെൻറി VI, അദ്ദേഹമാണ് ലാൻകാസ്ട്രിയൻ കിങ് എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിനായിരുന്നു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. ആ ഒരു ഇത് കാരണം ഉണ്ടായ ഒരു യുദ്ധമാണ് ഈ വാർസ് ഓഫ് റോസസ് എന്ന് പറയുന്നത്. പിന്നെ റിച്ചാർഡ് എന്ന് പറയുന്ന യോർക്കിലെ ഡ്യൂക്ക്, ഇദ്ദേഹമാണ് ഹെൻറി VI ഈ ഒരു അതോറിറ്റീനെ ചാലഞ്ച് ചെയ്ത ആൾ. പിന്നെ എഡ്വേർഡ് IV, നമ്മൾ നേരത്തെ പറഞ്ഞു 1461 ആ ത്രോണിൻ്റെ അവകാശം നേടിയെടുത്ത ആളായിരുന്നു. പിന്നീട് റിച്ചാർഡ് III വരികയാണ്. അദ്ദേഹമാണ് ബോസ്വർത്ത് ഫീൽഡിൽ നമ്മുടെ ഹെൻറി VII ഡിഫീറ്റ് ചെയ്തിട്ട് യോർക്കിസ്റ്റ് കിങ്ങായി മാറിയത്. പിന്നെ നമ്മൾ പറഞ്ഞ ഹെൻറി ട്യൂഡർ അല്ലെങ്കിൽ ഹെൻറി VI ലാൻകാസ്ട്രിയൻ ലീഡറായിരുന്നു. അദ്ദേഹമാണ് ഫസ്റ്റത്തെ ട്യൂഡർ കിങ് എന്നറിയപ്പെടുന്നത്. ഇനി കോൺസിക്വൻസസ് നോക്കാം. പ്ലാന്റാജനറ്റ് ഡൈനാസ്റ്റിയുടെ
അവസാനമായിരുന്നു അത്. 12ാമത്തെ നൂറ്റാണ്ട് മുതൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഒരു പ്ലാന്റാജനറ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു അവസാനം കൂടെ നമുക്ക് ഈ ഒരു വാറിൽ കാണാം. പിന്നെ റൈസ് ഓഫ് ട്യൂഡേഴ്സ്, അതായത് ട്യൂഡർ കിങ്സിൻ്റെ റൈസ്, അതായത് ഹെൻറി 7th ഉണ്ട്, ഹെൻറി 8th ഉണ്ട്, എഡ്വേർഡ് 6th ഉണ്ട്, മേരി 1st ഉണ്ട്, എലിസബത്ത് 1st. അപ്പോൾ ഇവരൊക്കെ ഒരു ട്യൂഡർ ഡൈനാസ്റ്റീൻ്റെ ഒരു ഉദയം കൂടെ നമുക്ക് ഈ വാറിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് മൊണാർക്കിയുടെ സ്ട്രെങ്തനിങ് കാണാം. ഈ ട്യൂഡർ കിങ്സ് വന്നതോടുകൂടെ മൊണാർക്കിയിലൊക്കെ ഒരു സ്ട്രെങ്തനിങ് വന്നു. അതായത് ആ ഒരു പരമാധികാരമൊക്കെ കൂടുതലും ഒരു സെൻട്രലൈസ്ഡ് ആയി മാറി, അതൊരു പവർഫുൾ സ്റ്റേറ്റായി മാറി. അങ്ങനെ നോബിലിറ്റി ഡിക്ലൈൻ ചെയ്തു വന്നു. അതായത് നോബിൾ പീപ്പിളിനുണ്ടായിരുന്ന പവർ, അവർക്കുണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് അതെല്ലാം എടുത്തു കളഞ്ഞ് കംപ്ലീറ്റ് ഒരു പവർ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മൊണാർക്കി എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ട്യൂഡർ കിങ്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ. ഇത്രയുമാണ് നമുക്ക് വാർസ് ഓഫ് റോസസിനെ കുറിച്ച് ഒരു ഐഡിയ തരാനായിട്ടുള്ളത്. താങ്ക് യു.